പ്രൈസ് ലോട്ട്. ഇന്ന് ഞാനൊരു ചെറിയ ചിന്ത നിങ്ങളോടുകൂടി ഷെയർ ചെയ്യുന്നത് നമ്മുടെ കർത്താവായ യേശു തൻ്റെ ഐഹിക ജീവിതകാലത്ത് പറഞ്ഞ ഒരു വാക്യമാണ്. നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ മാതാവിനെ ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മയായിരുന്നു എനിക്ക് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. എന്നാൽ കാലം കഴിഞ്ഞ് എനിക്ക് അറിവ് ഉണ്ടായി എന്ന് തോന്നിയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ മാതാവിന് അധികം അറിവില്ല എന്ന്. അതുകൊണ്ട് പിന്നെ ഞാൻ അമ്മയെ ഡിപ്പെൻഡ് ചെയ്ത് നിർത്തി എൻ്റെ ഭൗതിക കാര്യങ്ങൾക്ക് മാത്രമുള്ള ഒരു ഉപാധിയായി അമ്മയെ കണ്ടു. ഇത് തന്നെയാണ് ഇന്ന് ലോകത്തിൽ സകല ക്രിസ്തീയ വിശ്വാസികളും ചെയ്യുന്നത്. തങ്ങൾക്ക് വേണ്ടതൊക്കെയായി എന്ന് തോന്നുമ്പോൾ പിന്നെ ദൈവത്തെ ഒരു പിതാവെന്ന നിലയിൽ കാണുവാനും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും സംസാരിക്കുവാനും സമയമില്ലാതെ തങ്ങളുടെ ഭൗതിക നന്മയ്ക്ക് ആവശ്യമുള്ള ഒരു ഉപാധിയായി മാത്രം ദൈവത്തെ ഒതുക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു വാക്യമുണ്ട്, അറിവ് ചീർക്കുന്നു, സ്നേഹമോ ആത്മീയ വർധനവ് വരുത്തുന്നു. ഇപ്പം ഞാൻ എൻ്റെ സഹോദരങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു വീട് പണിതാൽ ആ വീടിൻ്റെ മുകളിൽ ഒരിടത്തും എഴുതി വെക്കത്തില്ല ഈ വീട് പണിതതിന് ഇത്ര രൂപ ഞാനാണ് എടുത്തത്. അതൊരു ഭവനമാണ്, ഒരുമിച്ച് പണിതതാണ്, ഒരുമിച്ച് പാർക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഒരു കാര്യമാണ്. സഭ എന്ന് പറയുന്നത് ഒരു ഭവനമാണ്. അങ്ങനെ പണിത ഒരു സഭ, അതിൻ്റെ അകത്ത് മറ്റുള്ളവരെക്കാൾ ഞാൻ കൊടുത്തു എന്ന് കാണിക്കുവാൻ വേണ്ടി എഴുതി വെക്കുകയും പറഞ്ഞു നടക്കുകയും ഒക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അറിവ് ചേർത്ത് സ്നേഹമില്ലാതെ പോകുന്നത് കൊണ്ടാണ്. ഇത് തന്നെയാണ് മനുഷ്യനെ വീഴിക്കുവാൻ ഏദൻ തോട്ടത്തിൽ പിശാച എടുത്ത ഉപാധിയും. സാത്താന് ആദാമിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നു, ആ പഴം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കയില്ല, ദൈവത്തെ പോലെയാകും. ദൈവത്തെ പോലെ ആകുക എന്നുള്ള നല്ല ചിന്തയല്ല, പിന്നെയോ ദൈവത്തെ നിഷ്കാസനം ചെയ്തിട്ട് അവിടെ കയറിയിരിക്കുക. ഇത് തന്നെയാണ് എസെക്കിയേൽ പ്രവചനത്തിൽ സാത്താൻ്റെ വീഴ്ചയ്ക്ക് കാരണമായി തീർന്നതും. ഞാൻ എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മേതെ വെക്കും, ഞാൻ അത്യുന്നതനോട് സമനാകും. അവിടെയാണ് അവൻ വെട്ടേറ്റ് വീഴേണ്ടി വന്നത്. ഈ സെയിമാണ് ഈ സാത്താൻ മനുഷ്യനോട് കാണിച്ചത്. ദൈവവുമായിട്ട് സദാ ബന്ധത്തിൽ ജീവിച്ച മനുഷ്യന് ഇത് കേട്ടപ്പോൾ ദൈവത്തെ പോലെ ദൈവമില്ല, അല്ലെ ദൈവത്തെ വേണ്ടാതെ ദൈവത്തിന് മേലെ ആകുവാനുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായി. അതിൽ നിന്നും ദൈവബന്ധത്തിൽ നിന്നും അവൻ മാറിപ്പോകുവാനിടയായി തീർന്നു. അല്ലാതെ നിരീശ്വരന്മാർ പറയുന്ന പോലെ ഒരു പഴം പറിച്ച് തിന്നതല്ല, ദൈവത്തെ അവിശ്വസിക്കുകയും സാത്താനെ വിശ്വസിക്കുകയും ചെയ്തിട്ട് ദൈവീക കൂട്ടായ്മയിൽ നിന്ന് അവൻ മാറുവാൻ ആഗ്രഹിച്ചതാണ് അവൻ്റെ വീഴ്ചയ്ക്ക് കാരണമായി തീർന്നത്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഏദൻ തോട്ടത്തിൽ ദൈവത്തോടു കൂടി നടന്ന മനുഷ്യൻ, അബ്രഹാം ദൈവവുമായി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച മനുഷ്യൻ, യാക്കോബിൻ്റെ ചരിത്രം വരുമ്പോൾ ദൈവവുമായിട്ട് ഗുസ്തി പിടിച്ച മനുഷ്യൻ. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ബിംബാരാധനയിലേക്കും ബഹുദൈവ വിശ്വാസത്തിലേക്കും പോയി ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ കാലത്തിൻ്റെ തികവിൽ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് പിതാവിൻ്റെ തനി സ്വരൂപമായിരുന്ന പുത്രൻ ദൈവം ആരാണെന്ന് മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അതാണ് തൻ്റെ ഐഹിക ജീവിതത്തിൽ കർത്താവ് മനുഷ്യനെ പഠിപ്പിച്ചതും മനുഷ്യൻ അതുപോലെ ആകുവാൻ വേണ്ടി ആണ് ആഹ്വാനം ചെയ്തത്. കർത്താവ് തൻ്റെ ക്രൂശീകരണത്തിന് മുമ്പായി തൻ്റെ 3 ശിഷ്യന്മാരുമായി ഈ മലയിലേക്ക് കടങ്ങി രൂപാന്തരപ്പെട്ട ഒരു സംഭവമുണ്ട്. അവിടെ കർത്താവ് യോഹന്നാനും യാക്കോബും പത്രോസുമായി അവിടെ കടന്നു പോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവിടെ മോശയും ഏലിയാവും കർത്താവിന് പ്രത്യക്ഷപ്പെടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ആ ചരിത്രം പഠിക്കുമ്പോൾ, ആ വേദഭാഗം പുറകോട്ട് പഠിക്കുമ്പോൾ
കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ജനങ്ങളെന്നെ ആരെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പത്രോസ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകും. ചിലർ ശിഷ്യന്മാർ പറഞ്ഞ്, ചിലർ ഏലിയാവെന്ന് പറയുന്നു, ചിലർ മോശ എന്ന് പറയുന്നു, ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയും. അപ്പോൾ ആ പഴയ നിയമത്തിലെ നിയമനാഥാവായി യഹൂദന്മാർ എല്ലാ കാലത്തും അംഗീകരിച്ച മോശ അവിടെ കർത്താവിന് പ്രത്യക്ഷനായി. അതുപോലെ തീഷ്ണതയുള്ള ദൈവത്തെ വെളിപ്പെടുത്തിയ ഏലിയാവ്, അഗ്നി ഇറക്കി ജീവനുള്ള ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തിയ ഏലിയാവും, സത്യദൈവം ആരാണെന്ന് വെളിപ്പെടുത്തിയ ഏലിയാവും ഈ കർത്താവിൻ്റെ രൂപാന്തര സമയത്ത് അവിടെ ഭയഭക്തിയോട് നിൽക്കുന്നതായിട്ടാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് ഒരിക്കൽ കൂടി മനസ്സിലാക്കി കൊടുക്കുകയാണ്. ന്യായപ്രമാണം എന്നും യഹൂദന്മാരെ വിലമതിച്ച ന്യായപ്രമാണവും മോശയും കാളും പഴയ നിയമത്തിലെ തീഷ്ണതയുള്ള ദൈവത്തെ വെളിപ്പെടുത്തിയ ഏലിയാവിനേക്കാളും ഉന്നതനായി അവർ രണ്ടും തൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, അവർ തന്നിൽ തൻ്റെ മുമ്പിൽ ആദരവോടെ നിൽക്കുമ്പോൾ സാക്ഷാൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പിതാവാൻ ദൈവം അവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ഈ മോശയെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ, മോശയ്ക്ക് ബലഹീനതയുണ്ടെങ്കിലും അദ്ദേഹത്തെപ്പറ്റി കർത്താവ് ദൈവം സർട്ടിഫൈ ചെയ്തത് മോശയെപ്പോലെ സൗമ്യനായ ഒരു മനുഷ്യനില്ല എന്നാണ്. ഒരാളെ കൊന്നു കൊഴിച്ചു മൂടിയ ആളാണ്. എന്നാൽ തൻ്റെ ജീവിത ഐക്യത്തിൽ അവസാനത്തിൽ തനിക്ക് ആ കനാൻ ദേശത്തിലേക്ക് കടക്കുവാൻ സാധ്യമായി. ഒരു നിസ്സാരമായ അനുസരണക്കേട്. ഈ വിക്കനായ മോശ, സാധാരണക്കാരനായ മോശ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി പഴയ നിയമത്തിൽ മോശയെപ്പോലൊരു പ്രവാചകനില്ല എന്ന് ദൈവം സാക്ഷീകരിച്ച മോശയും, കർമ്മേലിൽ അഗ്നി ഇറക്കി 3 മാസം ഇനി ഞാൻ പറയാതെ ആകാശത്തും മഴയും മഞ്ഞും ദേശത്ത് പെയ്യുകയില്ല എന്ന് ആധികാരികമായി പറഞ്ഞ ഏലിയാവും സാധാരണ മനുഷ്യരായിരുന്നു. എന്നാൽ ഈ 2 പേരെ കൊണ്ടും അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം അവരെ കരങ്ങളിൽ ഉപയോഗിച്ചു. അപ്പോൾ ഇങ്ങനെ രൂപാന്തരപ്പെട്ട് വളരെ ദൈവീക മഹത്വത്തിൽ ഇരിക്കുമ്പോൾ അവിടെ ഇവർ 2 പേരും സംസാരിക്കുന്ന ഒരു വിഷയമുണ്ടാകും. യെരുശലേമിൽ തനിക്ക് നേരിടേണ്ട നിര്യാണത്തെ പറ്റിയാണ് അവിടെ സംസാരിച്ചതെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ മഹത്വീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കഷ്ടതയുടെയും പീഡയുടെയും ത്യാഗത്തിൻ്റെയും സ്വയം ഇല്ലാതാകുകയും സ്വയം ജീവനെ കൊടുക്കുകയും ചെയ്യുന്ന അനുഭവത്തിൽ കൂടി പോയിട്ട് മാത്രമേ ഈ മഹത്വീകരമായ ജീവിതത്തിലേക്ക്, മഹത്വീകരമായ ഉന്നതമായ അതിലേക്ക് എനിക്ക് കടക്കുവാൻ സാധ്യമാകുള്ളൂ എന്ന് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതിന് ശേഷം കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പീഡകളും കഷ്ടങ്ങളും ഒക്കെ കടന്ന് അനേക കഷ്ടങ്ങളിൽ കൂടി നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. കർത്താവ് അവർക്ക് ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അവർക്ക് സകലവിധ രോഗവും ഭൂതത്തെ പുറത്താക്കാനുള്ള സകല അധികാരവും കൊടുത്തതായിട്ട് നമുക്ക് വായിക്കും. ഈ മറുരൂപ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു രോഗിയെ സൗഖ്യമാക്കുവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് സാധ്യമായി തീർന്നില്ല. കർത്താവിൻ്റെ അടുക്കൽ അവരെ കൊണ്ടുവന്നു. കർത്താവ് അവരെ ശാസിച്ചിട്ട് ആ രോഗിയെ സൗഖ്യമാക്കുന്ന വിഷയമൊക്കെ നമുക്കറിയാം. അതിന് അടുത്ത അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഈ വലിയ മഹത്വ ഇത് കാണുകയും ദൈവത്തിൻ്റെ മഹത്വം കാണുകയും പഴയ നിയമത്തിലെ മോശയും ഏലിയാവും കർത്താവുമായിട്ട് ഒരുമിച്ച് നിൽക്കുകയും പിതാവിൻ്റെ ശബ്ദം കേൾക്കുകയും ഒക്കെ ചെയ്ത ഉന്നത അനുഭവത്തിലേക്ക് പോയ ഈ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായി. നമ്മളുടെ ഇടയിൽ ആരാണ് വലിയവൻ? ഈ ചിന്തയാണ് യഥാർത്ഥത്തിൽ നമ്മളെ കൊണ്ട് ദൈവിക പദ്ധതി നടപ്പാക്കുന്നതിന് തടസ്സമായി ഇരിക്കുന്നത്. ഈ വലിയ അനുഭവത്തിൽ കൂടിയൊക്കെ അവർ കടന്നു പോകുമ്പോൾ അവരുടെ ഉള്ളിൽ ഞങ്ങളിൽ ആരാണ് വലുത് എന്നുള്ള ചിന്ത.
ഇന്ന് നമ്മളൊക്കെയും പാർക്കുന്ന സഭാമണ്ഡലത്തിലും വീടുകളാണെങ്കിൽ പോലും ആരാണ് വലിയവനെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തി വേണ്ട വിധത്തിൽ വെളിപ്പെടുത്തുവാൻ സാധിക്കാതെ പോകുന്നു. കർത്താവ് ഈ വലിയ മഹത്വകരമായ ഇതൊക്കെ കാണിച്ചതിന് ശേഷം ഇറങ്ങി അടുത്ത അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് കർത്താവ് ഈ യെരൂശലേമിലേക്ക് പോവുകയാണ്, സമറിയയിൽ കൂടി. അപ്പോൾ ഈ സമറിയർ യേശുവിനെ കൈക്കൊണ്ടില്ല. ഇത് കണ്ടിട്ട് ശിഷ്യന്മാർ പറഞ്ഞു, ഏലിയാവ് തീ ഇറക്കിയതുപോലെ അവരെ തീ ഇറക്കി നശിപ്പിക്കുവാൻ നിനക്ക് സമ്മതമാണ്. അപ്പം കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഏതാത്മാവിന് എന്ന് അധീനരെന്ന് ഞാൻ അറിയുന്നില്ല. എന്നിട്ട് കർത്താവ് അവരെ അവിടെ പഠിപ്പിച്ച ഒരു കാര്യം, മോശയുടെ ന്യായപ്രമാണത്തെക്കാളും തീഷ്ണതയുള്ള ഏലിയാവിനേക്കാളും ഉന്നതമായ ഒരു അനുഭവത്തിലേക്ക്, ശിഷ്യത്വത്തിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുന്നു. അത് സ്നേഹത്തിൻ്റേതാണ്, താഴ്മയുടേതാണ്, ശിഷ്യന്മാരുടെ കാല് കഴുകി സ്വയം ദാസരൂപമെടുക്കുന്നതാണ്, എല്ലാവർക്കും വേണ്ടി ജീവനെ കൊടുക്കുന്നതാണെന്നുള്ള പാഠം ഈ വലിയ 2 പഴയ നിയമത്തിലെ നേതാക്കന്മാരെക്കാളും ഉന്നതമായ ഒരു വിളിയിലേക്ക് കർത്താവ് എന്നെ നിങ്ങളെ വിളിക്കുന്നു. അത് ത്യാഗത്തിൻ്റേതാണ്, സ്നേഹത്തിൻ്റേതാണ്, സ്വയം ഇല്ലാതായി തീരുന്നതാണ്, കൂട്ടുകാരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇതാകണമെങ്കിൽ നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെയാകണം. ശിശുവിൻ്റെ മനോഭാവത്തോടുകൂടി പ്രൗഢിയില്ലാതെ എന്ത് കർത്താവ് പറഞ്ഞാലും അതനുസരിക്കുന്ന രീതിയിൽ, കർത്താവിനെ ഒരു പിതാവായി അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഞാനും നിങ്ങളും മാറുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നിലും നിങ്ങളിലും കൂടെ ഈ ലോകം കാണുവാനിടയായിത്തീരും. ലോകം വായിക്കുന്ന പത്രമായി ഞാനും നിങ്ങളും മാറുവാനിടയായിത്തീരും. ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ജീവിക്കുന്നത് ഈ നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളെ വായിച്ചറിയുവാൻ, ഇതാ അവൻ്റെ ശിഷ്യനെന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്ന അനുഭവത്തിലേക്ക് നമ്മൾ മാറണമെങ്കിൽ സ്വയം ഇല്ലാതായിത്തീരുന്ന അനുഭവത്തിലേക്ക് നമ്മളെ മാറണം. കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയിത്തീരുന്ന അനുഭവം നമ്മളിലുണ്ടാകട്ടെ. ഈ 2 നേതാക്കന്മാരുടെ അവർക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ അനേകം നന്മകളുണ്ടായിരുന്നു, നല്ല സ്വഭാവങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിനപ്പുറത്തേക്കൊരു ലീഡർഷിപ്പിലേക്ക് യേശു എന്നെ നിങ്ങളെ വിളിക്കുന്നു. അവൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ ദാസനായി ക്രിസ്തുവിനെ ഉയർത്തുന്ന, ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന, ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയായി മാറുന്ന ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഗോഡ് ബ്ലെസ് യു.